2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനുള്ള നല്ല തയ്യാറെടുപ്പുകളാണ് UDF നടത്തുന്നത്, കോൺഗ്രസ് നടത്തുന്നത്. അതിനാധാരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏറ്റവും നല്ല കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടിയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ ഭരണവിരുദ്ധ വികാരം അതിശക്തമായി പ്രതിഫലിക്കുകയുണ്ടായി. ഏതാണ്ട് 85ഓളം സീറ്റുകളിൽ, ഏതാണ്ട് അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ 85ഓളം സീറ്റുകളിൽ ഇപ്പോൾ തന്നെ UDFന് മേൽക്കൈയുണ്ട്. അത് 100-ലധികം സീറ്റുകളായി വർദ്ധിപ്പിക്കുക എന്നൊരു സാഹസികമായ ദൗത്യത്തിനാണ് ഇന്ന് UDF പൊതുവെ നേതൃത്വം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നല്ല പ്രതീക്ഷയാണ്, നല്ല പ്രത്യാശയാണ്. പരാജയം ഉറപ്പുവന്നതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ CPMൻ്റെ നേതൃത്വം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ AK ബാലൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രസ്താവന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ തന്ത്രമാണ്. അത് 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ പിന്തുണ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് ബോധ്യം വന്ന കാലം മുതൽ തന്നെ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആസൂത്രിതമായി CPM ആവിഷ്കരിച്ച് നടപ്പാക്കിയുണ്ടായി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം. അതിനെ തുടർന്നാണ് ഹിന്ദു ദിനപത്രത്തിന് കൊടുത്തിട്ടുള്ള അഭിമുഖം. അതുപോലെ സമാന സ്വഭാവത്തിൽ മലപ്പുറം ജില്ലയ്ക്കും മുസ്ലിം സമൂഹത്തിനുമെതിരായി നിരന്തരമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ. അതിൻ്റെ ഭാഗമാണ് 23 വർഷങ്ങൾക്ക് മുമ്പ് മാറാട് നടന്ന കലാപം കുത്തിപ്പൊക്കി അവിടെ 2 സമുദായങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ളൊരു സംഘർഷവും അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള കലാപം വീണ്ടും കേരളത്തിൻ്റെ ജനമനസ്സുകളിൽ കൊണ്ടുവന്ന് വർഗീയ വികാരം വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നത് ഒരു ഇടതുപക്ഷ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല എന്ന് മാത്രമല്ല, അത് പറഞ്ഞ AK ബാലൻ്റെ നിലപാടിനെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന, അതിനെ സ്ഥിരീകരിക്കുന്ന നിലപാടാണ് സത്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. അതിൻ്റെ അർത്ഥം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കമാണ് CPM നടത്തുന്നത്. അതിശക്തമായ തിരിച്ചടി കേരളത്തിലെ മതേതര കേരളം ഇതിന് നൽകും. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒന്ന് പറയുന്നു, മുഖ്യമന്ത്രി മറ്റൊന്ന് പറയുന്നു. ഓരോരുത്തരും ഭിന്ന സ്വരങ്ങളിൽ തന്നെ സംസാരിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള ഫലം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം അവരുടെ എല്ലാ തരത്തിലുള്ള ഒരു അവസ്ഥയെയും വല്ലാതെ ഉലച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് UDF ക്രിയാത്മകമായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ജയിക്കും. കേരളത്തിൽ UDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരും. സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണല്ലോ. മകൻ കാർത്തിക് മത്സരരംഗത്തുണ്ടാകുന്നു. RSPയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോ മത്സരിക്കുന്ന മണ്ഡലങ്ങളെ സംബന്ധിച്ചോ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും ആലോചനയും ഇതേവരെ ഉണ്ടായിട്ടില്ല. കോൺഗ്രസും RSPയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച നടക്കും. ജനുവരി മാസം 15 മുമ്പായി തന്നെ RSPയും കോൺഗ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച നടക്കും. മത്സരിക്കുന്ന സീറ്റുകളെ സംബന്ധിച്ചും സീറ്റുകളുടെ എണ്ണത്തെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായ ആലോചനകൾ നടക്കും. അതിനോടനുബന്ധമായി തീർച്ചയായിട്ടും പാർട്ടി സ്ഥാനാർത്ഥികളെയും അതിനുശേഷമായിരിക്കും നിർണ്ണയിക്കുക. ധാരാളം സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളാണെന്ന് സ്ഥാനാർത്ഥികളെ മുഴുവൻ നിർണ്ണയിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു പാർട്ടി സംഘടനാ സംവിധാനമുണ്ട്. ആ സംഘടനാ സംവിധാനം ഈ കാര്യത്തെ സംബന്ധിച്ച് ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും. അല്ലാതെ കേൾക്കുന്നതും വരുന്നതുമായിട്ടുള്ള മുഴുവൻ വാർത്തകളും അഭ്യൂഹങ്ങളാണ്. പാർട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൗരവതരമായ ഒരു ആലോചനയും ഒരു ധാരണയും ഈ കാര്യത്തെ സംബന്ധിച്ചെടുത്തിട്ടില്ല. ഉയർന്നു വരുന്ന വാർത്തകളെല്ലാം ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കും ഇംഗിതങ്ങൾക്കും അനുസരിച്ച് അവർ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നതാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സംഘടനാ സംവിധാനമുണ്ട്. ആ സംഘടനാ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പായി കോൺഗ്രസുമായി ചർച്ച ചെയ്ത് സീറ്റുകളുടെ എണ്ണത്തെ സംബന്ധിച്ചും സീറ്റുകളെ സംബന്ധിച്ചും കൃത്യവും വ്യക്തവുമായ ഒരു ധാരണ ഉണ്ടായതിനു ശേഷം
ആ കാര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. എന്തായാലും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഇല്ലാതെ പാർട്ടി മത്സരിക്കുന്ന മുഴുവൻ സീറ്റുകളിലും നിഷ്പ്രയാസം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രഖ്യാപിക്കാൻ കഴിയും. കോൺഗ്രസും UDFും തമ്മിലുള്ള ഒരു ധാരണ ഉണ്ടാകുന്ന കാലതാമസം മാത്രമേ ഉള്ളൂ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ ഒരു പ്രശ്നവും പാർട്ടിയെ സംബന്ധിച്ച് ഈ കാര്യത്തിലില്ല.